വ്യാപകമായി സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. അത് കണക്കുകൾ പേടിപ്പിക്കുന്ന നിലയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ തന്നെ പലയിടത്തും മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്ക. നിപ ജാഗ്രതയിൽ ഇപ്പോൾ വീണ്ടും സംസ്ഥാനം വന്നിരിക്കുന്നു. നിപയുടെ സാഹചര്യം നമുക്കറിയാം. എല്ലാ കാലത്തും ഇപ്പോൾ ഒരു ഇടവിട്ട് നിപ ഇങ്ങനെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണ്. ഇന്ന് പുതുതായി 13 പേരെ കൂടി ഈ നിപയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില നിലവിൽ ഗുരുതരമായി തുടരുകയാണ്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ അയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന 4 പേർ കൂടി ഉണ്ട് എന്നുള്ളതുകൂടി ഈ നിപയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആരോഗ്യവകുപ്പ് അറിയിക്കുന്ന സാഹചര്യം കൂടിയാണ്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ദീപക്കിലേക്ക് പോകാം. ദീപക്, നിപ എല്ലാ കാലത്തും ആശങ്കയാണ്. പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തു സംസ്ഥാനം. പക്ഷേ ഒരു ഇടവേളയിൽ അതിങ്ങനെ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. അത് മലബാർ മേഖലയിലാണ് എന്നുള്ളതും ആശങ്കയാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും നിപ ബാധിച്ച് ചികിത്സയിലുള്ള ഒരാളുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നിപ്പോൾ പല ആളുകളുടെയും സമ്പർക്ക പട്ടികയിലുള്ള പല ആളുകളുടെയും പരിശോധനാ ഫലം കൂടി വന്നിരുന്നു അല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗിയുടെ അവസ്ഥയാണ്. അഷിത, അതിൽ രോഗിയുടെ അവസ്ഥ അപകടകരമായ രീതിയിൽ തന്നെ തുടരുന്നു. ഞാൻ അല്പം മുൻപും മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അറിയാൻ സാധിച്ചത് ഇപ്പോഴും വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ തുടരുന്നു. ഏറ്റവും ഒടുവിൽ നൽകാവുന്ന ചികിത്സ 3ാം ഘട്ടത്തിൽ നൽകുന്ന മോണോസൈക്ലിൻ ആൻറ്റിബോഡി ചികിത്സ അതുവരെ നൽകിക്കഴിഞ്ഞു. പക്ഷേ എന്നാൽ ആ മരുന്നിനോട് രോഗി പ്രതികരിച്ചു തുടങ്ങിയിട്ടില്ല. ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുമ്പോഴും രോഗിയുടെ നിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ 43-കാരൻ നേരത്തെ മിംസ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുമ്പോൾ എന്താണോ അവസ്ഥ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒടുവിൽ അല്പം മുൻപ് പുറത്തു വന്ന വിവരം ആരോഗ്യവകുപ്പിൽ നിന്നും ഔദ്യോഗികമായി പറയുന്ന 4 ഹൈ റിസ്ക്, അതായത് ഈ കൂടുതൽ റിസ്ക് ഉള്ള വിഭാഗത്തിൽപ്പെട്ട 4 പേർ ആ കോൺടാക്ട് ലിസ്റ്റിൽ നിന്നുള്ളവരെ മെഡിക്കൽ കോളേജിലേക്ക് ലക്ഷണങ്ങളോടുകൂടി പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പുതുതായി 13 പേർ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നു. ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ ആകെ 100 പേരാണ് ഈ റൂട്ട് മാപ്പിൽ ഉൾപ്പെടുന്ന സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക്, അതായത് ഉയർന്ന റിസ്കിൽ പെടുന്ന വിഭാഗത്തിൽ 4 പേരും അതുപോലെ മറ്റ് അതായത് വളരെ കൂടുതൽ ഉയർന്ന റിസ്കിൽ പെടുന്ന 4 പേർ, 14 പേർ മറ്റ് ഹൈ റിസ്ക് ഗ്രൂപ്പിലും അതുപോലെ 82 പേർ കുറഞ്ഞ റിസ്ക് ഗ്രൂപ്പിലുമായി ഉണ്ട് സമ്പർക്ക പട്ടികയിൽ. ഒരാശ്വാസം എന്നുള്ള നിലയിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് 3 പേർ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിലെ 3 പേരെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ സ്രോ പരിശോധന നടത്തി. ഇന്നലെ രാത്രി വൈകി ഫലം വന്നു. ഇന്നാണ് ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ആ 3 പേർക്കും നെഗറ്റീവ് വന്നു എന്നുള്ളതാണ്. ഇനി ഈ 4 പേരുടെ സ്രവ പരിശോധന, ഇന്ന് അഡ്മിറ്റ് ചെയ്ത 4 പേരുടെ സ്രവ പരിശോധന നടക്കും. അതിനുശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ നിപ്പ ഇന്ന് രാഷ്ട്രീയ വിവാദമായി മാറി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത് ആരോഗ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് എത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കാലത്ത് തന്നെ പറയുന്നു, നിപ്പയ്ക്ക് വേണ്ട ജാഗ്രത സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല, ഉദാസീനതയുണ്ടാകുന്നു, ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്ന്. തൊട്ടുപുറകെ സ്ഥലം MLA ആയ ബേപ്പൂർ MLA മുഹമ്മദ് റിയാസ് കലക്ടറേറ്റിലേക്ക് എത്തുന്നു, കൺട്രോൾ റൂമിലെത്തുന്നു. കൺട്രോൾ റൂമിൽ ആ പ്രദേശത്തുള്ളവരുമായി സംസാരിക്കണമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാന ആവശ്യം ഉന്നയിച്ചത് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം എത്തുന്നു. തൊട്ടുപുറകെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AP അനിൽകുമാർ കലക്ടറേറ്റിൽ എത്തുന്നു. അദ്ദേഹം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയുന്നു. ഇതിനുശേഷം ആരോഗ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. K മുരളീധരൻ പറയുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, രാഷ്ട്രീയ മുതലെടുപ്പ് പാടില്ല എന്നുള്ളത്. പക്ഷേ എന്നാൽ ആരോഗ്യവകുപ്പ് അധികൃതർ പലപ്പോഴും പഴയ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ള ആശങ്ക രഹസ്യമായെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി K മുരളീധരൻ നാളെ കോഴിക്കോട്ടേക്ക് എത്തുന്നു. അദ്ദേഹം കോഴിക്കോട് ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അതുപോലെ DME ഈ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാളത്തോടുകൂടി ഈ കാര്യത്തിൽ നിർണായകമായൊരു പുരോഗതി ഉണ്ടാകും കോർഡിനേഷൻ തലത്തിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം വലിയൊരു ഔട്ട്റീച്ച് ബ്രേക്കിംഗ് ഉണ്ടായിട്ടില്ല. കാരണം ഒരാൾക്ക് മാത്രമാണ് നിപ്പയുള്ളത്. ആ രോഗിയുടെ നില അപകടാവസ്ഥയിലാണ് എന്നതൊഴിച്ചാൽ രണ്ടാമതൊരാൾക്ക് നിപ്പ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ആഷിത. ഓക്കെ, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.